വീട്ടിലെ സാമ്പത്തിക പ്രാരാബ്ധങ്ങളോട് പടവെട്ടി സ്വപ്രയത്നത്തിൽ BDSന് പ്രവേശനം നേടിയ വിദ്യാർത്ഥി. അതായിരുന്നു തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി RS നിതിൻ രാജ്. അവൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിയത് അധ്യാപക വേഷമണിഞ്ഞ ചില നികൃഷ്ട ജന്മങ്ങളാണ്. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വരെ അധിക്ഷേപം, സഹപാഠികളുടെ മുമ്പിൽ വെച്ചും പരിഹസിക്കൽ, ജീവനോടെ മടങ്ങില്ലെന്ന ഭീഷണി. സമാനതകളില്ലാത്ത പീഡനങ്ങൾക്കൊടുവിലാണ് അവനെ മെഡിക്കൽ കോളേജിന്റെ 3ാം നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടത്. നിതിൻ രാജ് ജീവനൊടുക്കിയതാണോ, അതോ കുടുംബം ആരോപിക്കുന്നത് പോലെ അവനെ അപായപ്പെടുത്തിയതാണോ? മരണശേഷം പുറത്തുവന്ന നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കൺ ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RS നിതിൻ രാജിന്റെ മരണത്തിൽ സസ്പെൻഷനിലായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. അതിനിടെ അധ്യാപകർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിതിൻ രാജിന്റെ ശബ്ദ സംഭാഷണം പുറത്തുവന്നു. നിതിൻ രാജിന് നേരെ അധ്യാപകർ പരസ്യമായ ജാതീയ അധിക്ഷേപം നടത്തിയെന്നും നിറത്തിന്റെ പേരിലും പിതാവിന്റെ തൊഴിലിന്റെ പേരിലും വരെ സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ആരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു നിതിൻ രാജിന്റെ വീട്ടിലെ കാഴ്ചകൾ. കുടുംബത്തിന്റെ ഏകപ്രതീക്ഷയായിരുന്ന നിതിന്റെ വിയോഗം അച്ഛൻ രാജനും അമ്മ ലതയ്ക്കും താങ്ങാനാവുന്നതായിരുന്നില്ല. മകൻ ഡോക്ടറായി വരുന്നത് കാണാൻ കാത്തിരുന്ന ഇവരുടെ തീരാനോവ വാക്കുകളായി പുറത്തു വന്നപ്പോൾ കണ്ടുനിന്നവർക്കും അത് കണ്ണീർ കാഴ്ചയായി. നിതിന് വിട നൽകാൻ നാടൊന്നാകെയാണ് ഇവിടേക്കെത്തിയത്. രാഷ്ട്രീയ നേതാക്കളടക്കം പ്രമുഖ വ്യക്തികളും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് നിതിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അധ്യാപകരുടെ സസ്പെൻഷനിൽ മാത്രം നടപടികൾ ഒതുക്കാൻ പാടില്ല എന്നും കുടുംബം ആവശ്യപ്പെട്ടു. ശാരീരികമായും മാനസികമായും നിതിനെ പീഡിപ്പിച്ചിരുന്നു. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിങ്ങും നേരിട്ടു. ജീവനൊടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നെന്നും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം സംശയമുന്നയിക്കുന്നു. ഉഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടെടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. എന്തായാലും കുട്ടികളാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല. സ്റ്റാഫ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ. അത് നല്ല രീതിയിൽ മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇദ്ദേഹം തന്നെ ആണോ തള്ളിയിട്ടെന്നുള്ള ഒരു സംശയമേ ഉള്ളൂ. നിതിന്റെ മരണത്തിൽ DGPക്ക് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. അതിനിടെ അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച നിതിൻ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ? എന്നാലും ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ എണീവ് ചേർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് നിതിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല കുട്ടിയായിരുന്നു, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടിയ 2 തവണ റിപ്പീറ്റ് ചെയ്താണ് കിട്ടിയപ്പോഴവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോഴും അവന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടിരുന്നില്ല. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ
നിതിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർ പറയുന്നു. നമ്മുടെ ശിക്ഷ ഇത്രയും കുറയുന്ന കാലത്തും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് വന്നത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നിതിനെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK രാമ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കോളേജ് അന്വേഷണ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലായ അധ്യാപകരിൽ നിന്ന് പോലീസ് ഉടൻ വിശദമായ മൊഴിയെടുക്കും. കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. എറണാകുളത്ത് പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ സഹോദരങ്ങൾ പിടി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായ ജിൻഡോയും പ്രിൻസുമാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ജിൻഡോ റൗഡ് ലിസ്റ്റിലുള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരെയും ബലം പ്രയോഗിച്ച് കസ്റ്റഡിയെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സഹോദരങ്ങളായ ജിൻഡോയെയും പ്രിൻസിനെയും നോർത്ത് പാലത്തിന് സമീപം സംശയാസ്പദമായി കണ്ടത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. രണ്ടുപേരും തർക്കത്തിലേർപ്പെടുന്നത് കണ്ടാണ് പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തത്. നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഈ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെയും ലഹരി സംഘങ്ങളുടെയും കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് പരിശോധന ശക്തമാണ്. ഇരുവരുടെയും ID കാർഡ് ചോദിച്ചതോടെയാണ് പ്രതികൾ പ്രകോപിതരായത്. ബലമായി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുവരും പോലീസിനെ ആക്രമിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. പോലീസ് വാഹനത്തിന് നാശനഷ്ടമുണ്ടാക്കിയതിന് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി ആക്ടും ചുമത്തിയിട്ടുണ്ട്. ജിൻഡോയ്ക്കെതിരെ 6 കേസുകളുണ്ടെന്നും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നാട്ടുകൾ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാറിടിപ്പിച്ചാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. റോഡിൽ തലകീഴായി മറിഞ്ഞ കാറിൽ നിന്നും നാട്ടുകാരാണ് യുവാക്കളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാറിടിപ്പിക്കുന്നതിന് മുമ്പ് വഴിപാട് ഉപയോഗിച്ച് ആക്രമിക്കാനും സംഘം ശ്രമിച്ചിരുന്നു. ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് അക്രമമെന്ന് പോലീസ് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ നാട്ടുകൾ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവരാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പെരിന്തൽമണ്ണ താഴേക്കോട് വെച്ചാണ് ഇവർ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിപ്പിച്ചത്. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്നും നാട്ടുകാരാണ് യുവാക്കളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. അപകടമുണ്ടാകുന്നതിന് മുൻപ്
പ്രതികൾ വടിവാൾ ഉപയോഗിച്ച് കാറിലുണ്ടായിരുന്ന യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. 2 മാസം മുമ്പ് ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയാണ് ഈ അക്രമമെന്നും പോലീസ് പറയുന്നു. പ്രതികൾക്കായി പെരിന്തൽമണ്ണ പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ 9 പേർക്കെതിരെ കേസെടുത്തു. കണ്ടാലറിയുന്ന പ്രതികൾക്കെതിരെയാണ് കേസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്ന് വ്യക്തമായതായും പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. പ്രണയപ്പകയിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനി ദൃശ്യയെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പ്രതി വിനീഷിനെ 3 മാസങ്ങൾക്ക് ശേഷം മുംബൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വിദേശത്തേക്ക് കടന്നു കളയാൻ വിനീഷ് ആസൂത്രണം നടത്തിയതായി പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഉപയോഗിക്കാതിരുന്ന പ്രതിയെ ഏറെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടാനായത്. വിനീഷിനെ കോഴിക്കോടെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ഡിസംബർ 29-നാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ശുചിമുറിയുടെ ചുമർത്തുരന്ന വിനീഷ് രക്ഷപ്പെട്ടത്. ഇരുമ്പ് കമ്പി വിദഗ്ധമായി സെല്ലിനുള്ളിൽ കടത്തിയ ശേഷം ദിവസങ്ങളെടുത്താണ് ഭിത്തി തുരന്നത്. ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ശുചിമുറിയിൽ നിന്നും അകറ്റി നിർത്തി. ആശുപത്രിയിൽ നിന്നും പുറത്തു കടന്ന ശേഷം മംഗലാപുരം ഭാഗത്തേക്കാണ് ആദ്യം പോയത്. കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, നാസിക, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ മാറി മാറി യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്തു. ചാർലി എന്ന പേരാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ആക്രി പെറുക്കിയായിരുന്നു ആദ്യ 2 മാസങ്ങളിലെ ജീവിതം. ഒടുവിൽ മുംബൈ തുറമുഖത്ത് മത്സ്യത്തൊഴിലാളിയായി ജീവിച്ചു വരികയായിരുന്നു. മൊബൈൽ ഫോൺ, ATM തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതികതകളൊന്നും ഉപയോഗിക്കാതെ വിദഗ്ധമായാണ് ഇയാൾ പോലീസിനെ കബളിപ്പിച്ചിരുന്നത്. പൊതു ഇടങ്ങളിലെ വൈഫൈ ഉപയോഗിച്ച ടെലഗ്രാം മെസ്സേജുകളിലൂടെ ഇയാൾ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലരുമായി ആശയവിനിമയം നടത്തി. നാസിക് നഗരത്തിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് പ്രതിയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം 28 ദിവസം മുംബൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും താമസിച്ചു. മുംബൈക്ക് സമീപമുള്ള നഗരങ്ങളിലെ 400ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രതി തങ്ങാനിടയുള്ള സ്ഥലം പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഒടുവിൽ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ വെച്ച റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. മുംബൈയിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോടെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 2021 ജൂൺ 17-നാണ് വിനീഷ് ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. തടയാനെത്തിയ സഹോദരിക്കും പരിക്കേറ്റിരുന്നു. പ്രണയം നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണം. ദൃശ്യയുടെ അച്ഛന്റെ കടയ്ക്ക് തീയിട്ട ശ്രദ്ധ തിരിച്ചതിന് ശേഷമായിരുന്നു കൊലപാതകം. ദൃശ്യയെ കൊലപ്പെടുത്തിയതിന് പിറകെ കുടുംബത്തെയാകെ ഇല്ലാതാക്കുമെന്ന് വിനീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായ വിനീഷ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഡിസംബർ 10 കുതിരവട്ടത്തെത്തിച്ചത്. വിനീഷ് രക്ഷപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി മുരിക്കാശ്ശേരി രാജഗിരിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ വഴിത്തിരിവ്. ഇ-കൊമേഴ്സ് സ്ഥാപനത്തിലെ ട്രെയിനർ മലപ്പുറം തിരൂർ സ്വദേശി ജയചന്ദ്രനെയാണ് രാവിലെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നത്. മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ ജയചന്ദ്രനും മറ്റുള്ളവരും എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. സാമ്പത്തിക വിഷയങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. രാവിലെ 9:30-ഓടെയാണ് സംഭവത്തിന് തുടക്കം. മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം സ്വദേശികളായ 5 പേർ കഴിഞ്ഞ ദിവസം ഇടുക്കി രാജമുടിയിൽ വന്ന് മുറിയെടുത്ത് താമസിച്ചിരുന്നു. ജയചന്ദ്രനൊപ്പം മറ്റ് 2 പേർ കൂടി നാട്ടിലേക്ക് പോകാനായി റോഡിൽ നിൽക്കുമ്പോൾ ഒരു ഇന്നോവ കാർ വന്ന് സമീപത്ത് നിർത്തി. തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങിയ 2 പേർ ചേർന്ന് ജയചന്ദ്രനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയതായാണ് പോലീസിന് കിട്ടിയ വിവരം. 5 പേരിൽ മറ്റ് 2 പേർ ഈ സമയം മുറിയിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. ജയചന്ദ്രന്റെ ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ വൈകിട്ടോടെയാണ് ജയചന്ദ്രനും തട്ടിക്കൊണ്ടുപോയതായി പറയുന്നവരും എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയത്.
ബിസിനസ് ആവശ്യങ്ങൾക്കായി ജയചന്ദ്രൻ കൂടുതൽ സമയവും ബംഗളൂരുവിലാണ്. സാമ്പത്തിക വിഷയങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. കസ്റ്റഡിയിലുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കായംകുളത്തു നിന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ലൈംഗികാതിക്രമം നടത്തിയതായി പരാതി. കായംകുളം സ്വദേശിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റുമായ സിനിൽ സബാദിനെതിരെയാണ് പരാതി. കൊല്ലം സ്വദേശിയായ 25-കാരിയാണ് പരാതി നൽകിയത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് സിനിലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഏപ്രിൽ 4-നാണ് യുവതി അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ നാട്ടുകാർ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ മാറടത്തിൽ കടന്നു പിടിച്ചുവെന്നാണ് പരാതി. യുവതി ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ വിവരം പറയുകയും തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. ആരോപണ വിധേയനായ സിനിൽ സബാദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മൊഴിയെടുത്ത ശേഷം വിട്ടയച്ചു. ഇത്തരമൊരു കേസായതിനാൽ കോടതി ഇടപെട്ട് നേരിട്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. IT പ്രൊഫഷണലായ യുവതിയും കൂട്ടുകാരിയും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷകനായി എത്തി സിനിൽ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചായാണ് ആരോപണം. തീർത്ഥാടന യാത്ര കഴിഞ്ഞു വന്ന യുവതിയും സംഘവും യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ സിനിലും സുഹൃത്തും കൂടി ചെന്നിരുന്നു. തന്റെ അടുത്ത് നിന്ന് ഡോക്ടർ മാറിയപ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. പരാതി പിൻവലിക്കാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും പെൺകുട്ടി പറയുന്നു. സംഭവത്തിൽ ആലപ്പുഴ SP-യോട് DGP റിപ്പോർട്ട് തേടി. കായംകുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവാണ് സിനിൽ സബാദ്. സംഭവം വിവാദമായതിന് പിന്നാലെ സിനിൽ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കായംകുളം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹ വിവാദത്തിൽ കൂടുതൽ അന്വേഷണം. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയിൽ കേരള പോലീസും അന്വേഷണം തുടങ്ങി. സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥമെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നാണ് പൂവാർ പഞ്ചായത്ത് അധികൃതരുടെ മൊഴി. പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച DGPക്ക് കൈമാറും. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസും സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. അതേസമയം പോക്സോ കേസിൽ പ്രതിയേർക്കപ്പെട്ട ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20 വരെ മധ്യപ്രദേശ് ഹൈക്കോടതി തടഞ്ഞു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ DGP നിർദ്ദേശം നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷാണ് സംഭവം അന്വേഷിക്കുക. വിശദ അന്വേഷണത്തിന് ശേഷമായിരിക്കും ലഭിച്ച പരാതികളിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിവാഹം രജിസ്റ്റർ ചെയ്ത പൂവാർ പഞ്ചായത്തിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചു. ആധാർ, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവ പരിശോധിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥമെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നും പഞ്ചായത്ത് അധികൃതർ മൊഴി നൽകി. എന്നാൽ സർട്ടിഫിക്കറ്റുകൾ എടുക്കാനായി കൊടുത്ത വിവരങ്ങൾ തെറ്റാണോ എന്ന് അറിയില്ലെന്നും മൊഴിയിലുണ്ട്. പൂവാർ പോലീസ് റിപ്പോർട്ട് ഉടൻ ഉന്നതാധികൃതർക്ക് കൈമാറും. പെൺകുട്ടിയും മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനും മാർച്ച് 11-നാണ് പൂവാറിനടുത്ത് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വിവാഹിതരായത്. വിവാഹ ചടങ്ങിൽ മന്ത്രി V. ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V. ജോയ്, A. റഹീം MP എന്നിവരും പങ്കെടുത്തിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ്
ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. കൂടുതൽ പേരെ പ്രതിയാക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് മഹേശ്വർ പോലീസ്. ഈ മാസം 22-ന് പൂർണ്ണമായ റിപ്പോർട്ട് പട്ടികവർഗ കമ്മീഷന് സമർപ്പിക്കും. കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാർ 22-ന് ഡൽഹിയിൽ ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫർമാൻ ഖാൻ സിനിമയിൽ നായികയാക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ആരോപണം. കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നതും ഫർമാൻ ഖാനാണെന്നും വിവാഹം നടന്നുവെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് MV ഗോവിന്ദൻ അടക്കമുള്ളവർക്കെതിരെ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദ് പോലീസിന് പരാതി നൽകിയിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം ഈ വിവാഹം റിയൽ കേരള സ്റ്റോറി തന്നെയെന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചു. പക്വമായ ഇടപെടൽ മാത്രമാണ് ഉണ്ടായത്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം വേങ്ങരയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വാടക കെട്ടിടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. തമിഴ്നാട് സ്വദേശി ശങ്കറഞ്ചാൻ എന്ന 52-കാരനാണ് മരിച്ചത്. മുറിയിലെ ജനാലക്കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വേങ്ങര SS റോഡിൽ കോയാപ്പജാറത്തിന് എതിർവശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലെ മുറിയിലാണ് തമിഴ്നാട് സ്വദേശിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് ചിദംബരം സ്വദേശി ശങ്കർ അഞ്ചാൻ എന്ന 52-കാരനാണ് മരിച്ചത്. വേങ്ങരയിൽ തന്നെയുള്ള സഹോദരൻ ബാലമുരുകൻ ശങ്കറിനെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് താമസ സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോഴാണ് മുറിയിലെ ജനാല കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. വാടക കെട്ടിടത്തിലെ 1-ാം നിലയിലെ മുറിയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു. വർഷത്തോളമായി വേങ്ങരയിൽ താമസിച്ച് ജോലി ചെയ്യുകയാണ് ശങ്കർ. യന്ത്രമുപയോഗിച്ച് പുല്ലുവെട്ടുന്ന തൊഴിലാളിയാണ്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വേങ്ങര SI രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം അമ്പൂരിയിൽ മരുമകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭാര്യാപിതാവ്. അമ്പൂരി സ്വദേശി മെജോ എന്ന 33-കാരനാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭാര്യാപിതാവ് ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റമാണ് ആക്രമണ കാരണം. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. ടാക്സി ഡ്രൈവറായ മേജോയെയാണ് ഭാര്യാപിതാവ് ദാസ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ മേജോയെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നടക്കുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരം. രണ്ടര വർഷം മുമ്പ് അച്ഛനെ അടിച്ചു കൊന്ന കേസിൽ പ്രതിയാണ് മേജോ. വൈകിട്ട് മദ്യപിച്ച് വീട്ടിലെത്തിയ മേജോ ജനാലച്ചില്ലുകൾ അടിച്ചു തകർത്തത് ദാസ് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ന്യൂസ് 18 നെയ്യാറ്റിൻകര. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളിയെ മറ്റൊരു ഓട്ടോത്തൊഴിലാളി മർദ്ദിച്ചതായി പരാതി. ആശുപത്രി പരിസരത്ത് നിന്നും ഓട്ടമെടുക്കാൻ എത്തിയതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി പരിസരത്താണ് സംഭവം. മർദ്ദനമേറ്റ ബിനുവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നെടുംകണ്ടം താന്നിമൂട് സ്വദേശിയായ മുല്ലശ്ശേരിയിൽ ബിനുവിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം നെടുംകണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോഴായിരുന്നു സംഭവം. ഡോക്ടറെ കണ്ട ശേഷം ലാബിലേക്ക് പോകുന്നതിനിടെ ആശുപത്രി സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന വ്യക്തി ഇവരോട് കയർക്കുകയും ആശുപത്രി പരിസരത്തു നിന്ന് ഓട്ടമെടുക്കാൻ എത്തിയതാണെന്നാരോപിച്ച് അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് ബിനുവിന്റെ നെറ്റിയിൽ ഇടിച്ചു. കൈവിരൽ കടിച്ചു മുറിച്ചതായും പരാതിയുണ്ട്. ഒപ്പമുള്ളത് ഭാര്യയും കുട്ടിയുമാണെന്ന് പറഞ്ഞിട്ടും ആക്രമണം നടത്തിയെന്നാണ് പരാതി. താലൂക്ക് ആശുപത്രിയിൽ ഓട്ടോ ഓടിക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് നിന്നോട് നിന്റെ വണ്ടി ഈ സ്റ്റാൻഡിൽ കാണല്ലേ എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പം കൂടെ നിന്ന് സുഹൃത്ത് പറഞ്ഞ് അവനും അവന്റെ വൈഫും മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം വളരെ മോശമായിട്ട് തെറി വിളിക്കുകയും കയ്യിലിരുന്ന താക്കോലിനെ എൻ്റെ നെറ്റിക്കിട്ട് ഇവിടെ കുത്തുകയും രണ്ടാമത് കുത്താൻ വന്നപ്പോൾ തള്ളി മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ കൈവരിൽ കടിച്ചു മുറിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. വൈഫിനെയൊക്കെ വളരെ മോശം, വൈഫിനെയും കുട്ടികളെയും വളരെ മോശമായിട്ടാണ് പുള്ളി പറഞ്ഞത്. പുള്ളി സ്ഥിരം ഇതുപോലെ അവിടെ വരുന്ന ഓട്ടക്കാരുടെ ഇതുപോലെ ശല്യം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞത്. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ബിനുവിനെ രക്ഷപ്പെടുത്തിയത്. തലയിലും വിരലിലും മുറിവേറ്റ ബിനു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി കാറിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 6 അംഗ സംഘം ആക്രമണം നടത്തിയത്. സംഘത്തിലെ 3 പേരെ വർക്കല പോലീസ് പിടികൂടി. നടേറ സ്വദേശി വൈശാഖ്, വടശ്ശേരിക്കോണം സ്വദേശികളായ അമീർ ഖാൻ, ഹിലാൽ എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രി 10:35 സംഭവം. വർക്കല വെട്ടൂർ ആശാമുക്കു സ്വദേശി ജവാദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ വടശ്ശേരിക്കോണം ജമാഅത്ത് മസ്ജിദിന് സമീപത്ത് വെച്ച് ബൊലേറോ ജീപ്പിൽ വന്ന 6 അംഗ സംഘം തടയുകയായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ സംഘം ജവാദിന്റെ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇടിവള കൊണ്ട് ഇടിച്ചു തകർത്തു. തുടർന്ന് വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന് ജവാദിനെ ക്രൂരമായി മർദ്ദിച്ചു. കാറിനുള്ളുണ്ടായിരുന്ന 6000 രൂപയും 350 ദിർഹവും എമിറേറ്റ്സ് ID കാർഡും കവർന്നു. ഈ സമയം ജവാദിന്റെ വാഹനത്തിൽ കുട്ടികളുമുണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തത്. നടയർ സ്വദേശി വൈശാഖ്, വടശ്ശേരിക്കോണം സ്വദേശികളായ അമീർ ഖാൻ, ഹിലാൽ എന്നിവർ പിടിയിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ വൈദികൻ റിമാൻഡിൽ. കണ്ണൂർ ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ പള്ളിയിലെ മുൻ അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ ജോഷിയാണ് റിമാൻഡിലായത്. ഒഡീഷയിൽ വൻ കഞ്ചാവ് വേട്ട. കഞ്ചാവ് സിൻഡിക്കേറ്റിന്റെ തലവനായ തിരുവനന്തപുരം സ്വദേശി അലൻ രാജും സംഘവുമാണ് പിടിയിലായത്. പിടിയിലായവരിൽ അലന് പുറമെ 3 തിരുവനന്തപുരം സ്വദേശികളും 2 ഒഡീഷ സ്വദേശികളുമുണ്ട്. കൊച്ചിയിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചു മകൻ. മുളവുകാട് സ്വദേശി പുരുഷൻ 72-കാരനാണ് മർദ്ദനമേറ്റത്. മകൻ 44 വയസ്സുള്ള പ്രവീണാണ് പിതാവിനോട് ക്രൂരത കാട്ടിയത്. ഇയാൾക്കെതിരെ നേരത്തെയും പിതാവിനെ മർദ്ദിച്ചതിന് കേസുണ്ട്. പുരുഷൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
വയോധികരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ക്രൂരത കാട്ടുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. പോലീസ് പട്രോൾ ഇനി നാളെ.